CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം കല്ലൂർമ തരിയത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. പുത്തൻപള്ളി പെരുമ്പടപ്പ് പട്ടേരിക്കുന്ന് തൊഴുവാനൂർ കുഞ്ഞുമോന്റെ മകൻ 43 വയസ്സുള്ള ദിനേശാണ് മരിച്ചത്. അക്കിക്കാവ് തിപ്പിലശ്ശേരി റോഡിൽ കോടതിപ്പടിക്ക് സമീപം ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടുപാറ സ്വദേശി ശിവൻ, കടങ്ങോട് സ്വദേശി കേളത്തുപറമ്പിൽ അനസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ പിക്കപ്പ് വാനിൽ ലോഡ് കെട്ടുന്നതിനിടയിൽ കയർ ബൈക്കിൽ കുടുങ്ങി ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കരിക്കാട് പുറവൂർ സ്വദേശി കാക്കുന്നത്ത് മേൽവീട്ടിൽ 57 വയസ്സുള്ള അജിത് കുമാറിനാണ് പരിക്കേറ്റത്. മോദിയും കേന്ദ്ര ഏജൻസികളും വട്ടമിട്ട് പറഞ്ഞിട്ടും കേരളത്തിൽ BJPക്ക് പച്ച തൊടാനാകാത്ത അവസ്ഥയാണുള്ളതെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എളവള്ളി മേഖല തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ച് ചേർന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ക്രമസമാധാന നടപടികളുടെ ഭാഗമായി കാട്ടകമ്പാൽ മേഖലയിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന സന്ദേശ വാഹന പ്രചരണ ജാഥയ്ക്ക് അണ്ടത്തോട് സെന്ററിൽ നിന്നും തുടക്കമായി. കാണിപ്പയ്യൂരിൽ കിണറ്റിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. പോണ്ടിച്ചേരി കടലൂർ സ്വദേശി 45 വയസ്സുള്ള കുമാറിനെയാണ് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം രക്ഷപ്പെടുത്തിയത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഹെൽത്തി കേരള പരിശോധന സംഘടിപ്പിച്ചു. ഹോട്ടലുകൾ, കൂൾബാറുകൾ, ബേക്കറികൾ തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആത്മ 2023-24 പദ്ധതി പ്രകാരം കർഷകർക്ക് ജില്ലയ്ക്ക് പുറത്ത് പരിശീലനം നൽകി. പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനായിരുന്ന കോതച്ചിറ കൂവപ്പുള്ളി പരമേശ്വരൻ നമ്പീശന്റെ പേരിലുള്ള സ്മൃതി പുരസ്കാരം തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിന് സമർപ്പിച്ചു. കൂവപ്പുള്ളി കുടുംബാംഗങ്ങളും കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതിയും സംയുക്തമായാണ് പുരസ്കാരം നൽകുന്നത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത അധ്യാപകനായ P പത്മനാഭന് ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി വിശ്വമഹാവിദ്യാലയത്തിൽ നിന്നും കേരളീയ മുഹൂർത്ത ഗ്രന്ഥാനാം സമീക്ഷാത്മകം അധ്യയനം എന്ന വിഷയത്തിൽ സംസ്കൃതത്തിൽ PhD ലഭിച്ചു. SKSSF കുന്നംകുളം മേഖല തൊലബ വിങ്ങിന്റെ നേതൃത്വത്തിൽ മേഖല മുവല്ലിൻ സംഗമം സംഘടിപ്പിച്ചു. ശക്തന്റെ തട്ടകത്ത് ആവേശം കൊട്ടിക്കയറുമ്പോൾ തൃശൂർ പൂരത്തിന്റെ വർണ്ണചാരുത വർണ്ണിക്കുന്ന വീഡിയോ ആൽബം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നു. വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ സിവിൽ സർവീസിൽ 468ാം റാങ്ക് ലഭിച്ച സന്തോഷത്തിലാണ് പഴഞ്ഞി പെരുന്തുരുത്തി കോതനാത്ത് വീട്ടിൽ കിരൺ. കഴിഞ്ഞ നവംബർ 10-നായിരുന്നു കിരണിന്റെയും പത്തനംതിട്ട സ്വദേശിനി അഡ്വക്കേറ്റ് അരുണ നായരുടെയും വിവാഹം. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പെരുന്തുരുത്തി സ്വദേശി കിരൺ മുരളിയെ യൂത്ത് കോൺഗ്രസ് പെരുന്തുരുത്തിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കൗക്കോട് ശ്രീ മഹാദേവ ക്ഷേത്ര നക്ഷത്രവനം പരിസ്ഥിതി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. PMM പരൂർ ലഹരിവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ മന്ദലാകുന്ന് ബീച്ച് ഫെസ്റ്റിവലിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.